ആഴത്തിൽ വേരൂടിയ വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റിയാലും അവ തളിർത്തു വരും. ശക്തമായ ഈശ്വര സാന്നിധ്യമുള്ള അമ്പലങ്ങൾ നശിപ്പിക്കപ്പെട്ടാലും വീണ്ടും ഉയർന്നു വരും. ശബരിമല അടക്കമുള്ള പല ക്ഷേത്രങ്ങളും അത്തരത്തിൽ പുനർനിർമ്മിക്കപ്പെട്ടവയാണ്. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ഗൃഹസ്ഥനായ മഹാദേവനായും സകല ഈശ്വരന്മാർക്കും മുകളിലുള്ള പരമേശ്വരനായും കാലകാലനായും ഭൈരവനായും കിരാതമൂർത്തിയായുമെല്ലാം വിവിധ ക്ഷേത്രങ്ങളിൽ ശിവനെ ആരാധിച്ചു വരുന്നു. ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തസ ഭഞ്ജക ദാക്ഷായണീ മനോരഞ്ജക നിന്ദയ ദാക്ഷിണ്യപൂർണമീ യജ്ഞഭൂമി. ഗോത്ര സംസ്കാര കാലം മുതൽ ആര്യ സംസ്കാരത്തിന്റെ അധിനിവേശ കാലവും പിന്നിട്ട് ശാസ്ത്രാധിപത്യത്തിന്റെ യുഗത്തിലും എത്തി നിൽക്കുന്നു ശൈവ ആരാധന. അതുകൊണ്ട് തന്നെ ഭാരതത്തിലുടനീളം പ്രസിദ്ധങ്ങളായ നിരവധി ക്ഷേത്രങ്ങൾ ശിവന്റെ ആരാധനാലയങ്ങളായി നിലനിൽക്കുന്നു. ശിവന്റെ അധിവാസ സ്ഥാനമായ കൈലാസത്തിന്റെ സാന്നിധ്യം കൊണ്ട് ഹിമാലയവും തിരുജടയിൽ നിന്നും ഒഴുകുന്ന നദി എന്ന നിലയിൽ ഗംഗയും കാലഭൈരവൻ കാവൽ നിൽക്കുന്ന കാശിയുമെല്ലാം ഹൈന്ദവരുടെ പുണ്യസങ്കല്പങ്ങൾക്ക് നിറവ് പകർന്നു നിൽക്കുമ്പോൾ ശിവന്റെ ജീവിതത്തിലെ ഏറ്റവും ശോകപൂർണമായ സംഭവം അരങ്ങേറിയ വേദി എന്ന നിലയിൽ വിശ്വസിക്കപ്പെടുന്ന ഒരു സ്ഥാനമുണ്ട് കേരളത്തിൽ. അതെ, കൊട്ടിയൂർ. ദക്ഷിണകാശി എന്ന് പുകൾ കൊണ്ട കൊട്ടിയൂർ. കണ്ണൂർ ജില്ലയിലെ മലയോര പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും അതിപ്രശസ്തവുമായ ആരാധനാ സ്ഥാനമാണ് കൊട്ടിയൂർ. പുരാണത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന ദക്ഷയാഗം നടന്ന സ്ഥലമാണിത് എന്നാണ് വിശ്വാസം. ഇവിടെ വച്ചാണ് അപമാനിതയായ സതീദേവി ദേഹത്യാഗം ചെയ്തത്. ഇവിടെ വച്ചാണ് ശിവന്റെ ഭൂതഗണങ്ങൾ യാഗശാല തകർത്തത്. പ്രാചീനതയുടെ തിരിശേഷിപ്പ് പോലെ പരിഷ്കാരത്തിന്റെ നഖക്ഷതങ്ങൾ ഏൽക്കാത്ത പ്രകൃതി പശ്ചാത്തലം. വിദൂര ഭൂതകാലത്തിൽ നിന്നും ഒഴുകിയെത്തുന്നത് പോലെ നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്ന ബാവലിപ്പുഴ. കൊട്ടിയൂർ എന്ന ആരാധനാസ്ഥാനം ബാവലിപ്പുഴയുടെ ഇരു കരകളിലുമായി വ്യാപിച്ചു കിടക്കുന്നു. പുഴയ്ക്ക് ഇക്കരെ സ്ഥിതി ചെയ്യുന്ന അമ്പലമാണ് ഇക്കര കൊട്ടിയൂർ. പുഴയ്ക്ക് അക്കരെയുള്ളത് അക്കരെ കൊട്ടിയൂർ. ബാവലിപ്പുഴയുടെ തെക്കേക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഇക്കരെ കൊട്ടിയൂർ ഒരു സാധാരണ ക്ഷേത്രത്തിന്റെ ഘടനയുള്ളതും വർഷത്തിൽ എല്ലാ ദിവസവും നട തുറന്ന് പൂജ നടത്തുന്നതും എല്ലാ ദിവസവും ഭക്തർക്ക് പ്രവേശനമുള്ളതുമാണ്. തൃച്ചേരിമന എന്ന പേരുകൂടി ഇക്കര കൊട്ടിയൂരിനുണ്ട്. പുഴയുടെ വടക്കേക്കരയോടടുത്ത് പുഴവെള്ളത്തിൽ ഉയർത്തിയിരിക്കുന്ന മണിത്തറയിലെ സ്വയംഭൂവായ ശിവലിംഗവും പാർവതീ സങ്കല്പത്തിലുള്ള അമ്മാറക്കല്ലും അടങ്ങുന്നതാണ് അക്കരെ കൊട്ടിയൂർ. ഒരു ക്ഷേത്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന യാതൊരു നിർമ്മിതിയും ഇവിടെയില്ല. വർഷത്തിൽ 27 ദിവസം മാത്രമാണ് ഈ ദിവ്യ സന്നിധിയിൽ പൂജകൾ നടക്കുക. കൊട്ടിയൂരപ്പന്റെ സന്നിധിയിൽ സംസാര ദുഃഖം. ഇടവത്തിലെ ചോതി നക്ഷത്രത്തിൽ ആരംഭിച്ച് മിഥുനത്തിലെ ചിത്തിര നക്ഷത്രത്തിൽ അവസാനിക്കുന്ന തരത്തിലാണ് കൊട്ടിയൂരിലെ മഹോത്സവം. നേർവഴി തെളിയുന്നു, മൃത്യുപാശങ്ങൾ അഴിയുന്നു. ഇതിനെ വൈശാഖ മഹോത്സവം എന്ന് പറയും. 27 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തെ 3 ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു. ഇടവ ചോതി മുതൽ
ഉത്രാടം വരെയുള്ള 7 ദിനങ്ങൾ ദേവന്മാരുടെ ഉത്സവമാണ്. ഏതും അകലുന്നു. തിരുവോണം മുതൽ ആയില്യം വരെയുള്ള ദിനങ്ങൾ മനുഷ്യന്മാരുടെ ഉത്സവമായി കണക്കാക്കപ്പെടുന്നു. വനങ്ങളിൽ മുഴങ്ങുന്നു ഓംകാരമന്ത്ര ജപ. മകം മുതൽ ചിത്തിര വരെയുള്ള 5 ദിനങ്ങൾ ഭൂതഗണങ്ങളുടെ ഉത്സവമാണ്. വനങ്ങളിൽ മുഴങ്ങുന്നു ഓംകാര. വൈശാഖ മഹോത്സവത്തിന്റെ ആരംഭത്തിനു മുമ്പ് മേടമാസത്തിലെ വിശാഖം നാളിൽ ഇക്കരെ കൊട്ടിയൂരിൽ ആലോചനയ്ക്കായുള്ള കൂടിച്ചേരൽ നടക്കും. ഇതാണ് പ്രാക്പൂരം. അതുപോലെ തന്നെ അല്പം അകലെയുള്ള ആയില്യം കാവിലും കൂടിയാലോചന നടക്കും. ഓരോ ഉത്സവവും ആരംഭിക്കുന്നത് മുൻകൊല്ലത്തിൽ പൂർത്തിയാക്കാതെ വെച്ച ചടങ്ങ് പൂർത്തിയാക്കിക്കൊണ്ടാണ്. അത്യപൂർവമായ നിരവധി ചടങ്ങുകളുടെ സമ്മേളനമാണ് കൊട്ടിയൂർ വൈശാഖോത്സവം. പടിഞ്ഞിറ്റ നമ്പൂതിരി, സമുദായി ഭട്ടതിരിപ്പാട് എന്നിവരുടെ നേതൃത്വത്തിൽ നീരെഴുന്നള്ളത്ത് സംഘം കാട്ടുവഴികളിലൂടെ നടന്ന് കൂവപ്പാടത്ത് എത്തുന്നു. കട്ടൻ മലയോടൻ എന്ന പ്രാചീന രാജവംശത്തിന്റെ പ്രതിനിധി അവിടെ അവരെ കാത്തു നിൽപ്പുണ്ടാകും. അദ്ദേഹത്തിന്റെ അനുമതിയോടെ മാത്രമേ അക്കരെ കൊട്ടിയൂരിലേക്ക് പോകാൻ പാടുള്ളൂ എന്നാണ് നിയമം. തീവിടെ ഈ നടയിൽ പാലമൃതേകാം ഞാൻ ശംഭോ. ഈറൻമിഴിയോടെ പ്രാർത്ഥിച്ചു വയ്ക്കുമീ ഇളനീരും ആടുകൻ ശംഭോ. കൊട്ടിയൂരപ്പന്റെ സന്നിധിയിൽ സംസാരം. ഒരു കാലത്ത് കട്ടൻ രാജവംശത്തിന്റെ അധീനതയിലായിരുന്നു ഈ പ്രദേശമെന്നും അതിനാൽ ഇവിടെ കട്ടന്നൂർ എന്നറിയപ്പെട്ടിരുന്നു എന്നും അത് പരിണമിച്ചാണ് കൊട്ടിയൂർ എന്ന പേരുണ്ടായതെന്നുമാണ് തലനാമകഥ. കട്ടൻ രാജവംശത്തിലെ രാജാവിനൊപ്പം ഒറ്റപ്പിലാൻ എന്ന കുറിച്യ സ്ഥാനികൻ, ജന്മാശാരി എന്നീ അവകാശികളും കാട്ടിലുണ്ടാകും. രാജാവിന്റെ അനുമതിക്ക് ശേഷം ഏവരും കൂവയില പറിച്ചെടുത്ത് ബാവലിപ്പുഴയിൽ മുങ്ങിക്കുളിച്ച് കൂവയില കുമ്പിളിൽ ജലമെടുത്ത് അക്കരെ ദേവസ്ഥാനത്തെത്തി അവിടമെല്ലാം തളിച്ച് ശുദ്ധമാക്കുന്നു. ജടാഭുജംഗ പിംഗല സ്ഫുരത്ഫണാമണി പ്രഭാ കദംബ കുങ്കുമദ്രവ പ്രലിപ്ത ദിഗ്വധൂമുഖി. ആദ്യമായി ഒരു കുറിച്യ യുവാവാണ് ശിവലിംഗം കണ്ടെത്തിയതെന്നും അതറിഞ്ഞെത്തിയ പടിഞ്ഞീറ്റ് നമ്പൂതിരി കൂവയിലയിൽ വെള്ളമെടുത്ത് കലശമാടി എന്നുമുള്ള വിശ്വാസത്തിന്റെ പുനരാവർത്തനമാണ് ഉത്സവാരംഭത്തിൽ നടക്കുന്ന ഈ തീർത്ഥം തളിക്കൽ. നിപീത പഞ്ചസായകം നമന്നിലിംബനായകം സുധാമയൂഖലേഖയ വിരാജമാനശേഖരം മഹാകപാലി സമ്പത്തെ ശിരോജടാലമസ്. ചോദ്യദിനത്തിൽ സന്ധ്യയോടെ വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്നും വാളെഴുന്നള്ളത്ത് ഇക്കരെ കൊട്ടിയൂരിലെത്തുന്നു. സതീവിയോഗത്താൽ തപിച്ച ശിവന്റെ കോപാഗ്നിയിൽ നിന്നുടലെടുത്ത വീരഭദ്രൻ മതാന്ധനായ ദക്ഷന്റെ തലയെറുത്ത വാളാണ് മുതിരേരി വാൾ. കൊട്ടിയൂരിലെ യാഗശാലയിൽ ശിരച്ഛേദം നടത്തിയ ശേഷം വീരഭദ്രൻ വലിച്ചെറിഞ്ഞ വാൾ വയനാട്ടിലെ മുതിരേക്കാവിൽ പതിച്ചുവെന്നും അതാണ് വൈശാഖോത്സവത്തിന്റെ ഭാഗമായി കൊട്ടിയൂരിൽ എത്തിക്കുന്നത് എന്നുമാണ് വിശ്വാസം. വിരാജമാനശേഖരം മഹാകപാലി സമ്പത്തെ ശിരോജടാലമസ്തുന. സഹസ്രലോചന പ്രഭൃത്യ ശേഷലേഖ ശേഖര പ്രസൂന ധൂളിധൂര. കുറ്റ്യാടി ജാതിയൂർ മഠത്തിൽ നിന്നുമുള്ള അഗ്നിവരവാണ് അടുത്തത്. ഇത് അക്കരെ കൊട്ടിയൂരിൽ എത്തിച്ച് 5 സ്ഥാനികൾ ചേർന്ന് പുണ്യാഹം കഴിച്ച് ചോതിവിളക്ക് തെളിയിക്കും. 3 മൺപാത്രങ്ങളിലായി തെളിയിക്കുന്ന ചോതിവിളക്കിന് കോട്ടയം എരുവട്ടി ക്ഷേത്രത്തിൽ നിന്നുമാണ് എണ്ണയും തിരിയും എത്തിക്കുക. അഷ്ടബന്ധം നീക്കി അത് പ്രസാദമായി നൽകിക്കൊണ്ട് ആരംഭിക്കുന്ന ഉത്സവത്തിന്റെ അടുത്ത ചടങ്ങ് നെയ്യാട്ടമാണ്. രാധരേന്ദ്രനന്ദിനി കുജാഗ്ര ചിത്രപത്രക പ്രകൽപനൈക ശില്പിനി ത്രിലോചനേ മതിർമമ.
നവീന മേഘമണ്ഡലീ നിരുദ്ധ ദുർധര സ്ഫുരൽ കുഹൂനിശീഥിനീ തമ പ്രബദ്ധ ബന്ധുകന്ധര നിലിംബ നിർഝരീധരസ്തനോതു കൃത്തി സുന്ദര കലാനിധാന ബന്ധുര ശ്രിയം ജഗദ്ധുരന്ധരാ.